എൻ്റെ പേര് അൻസാർ. ഇന്നുണ്ടാകുന്ന വിഭവം മലബാറി ചിക്കൻ കറിയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സവോള 4 എണ്ണം, 1 കിലോ ചിക്കൻ കഷ്ണങ്ങളാക്കി വെച്ചേക്കുകയാണ്, 2 പീസ് തക്കാളി, 4 പച്ചമുളക് നടുകെ കീറി വെച്ചേക്കുന്നത്, ഉപ്പ് ആവശ്യത്തിന്. ഇത് 50 ഗ്രാം അണ്ടിപ്പരിപ്പാണ്, വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തതാണ്. ഇത് ഇഞ്ചി പേസ്റ്റ്, വിനാഗിരി ആവശ്യത്തിന്, വെളിച്ചെണ്ണ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്, കറിവേപ്പില, ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട. തയ്യാറാക്കുന്ന വിധം ഇത് നമ്മൾ പാലിൽ വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക, ഇഞ്ചിയുടെ പേസ്റ്റ്, കറിവേപ്പില, പച്ചമുളക് 3 എണ്ണം കീറിയത്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ടേക്കാണ്. നമ്മളിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇനി ഇതിലേക്ക് സവാള ഇടാം. ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഈ സവാള നന്നായി വേവാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ് നമ്മൾ അല്പം ഉപ്പിടുന്നത്. നന്നായി ഇളക്കാം. ഇത് നമ്മുടെ ചെരുവെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മലബാറി ചിക്കൻ കറി എന്ന് വെച്ചാൽ ഒരു നാടൻ വിഭവം തന്നെയാണ്. നമ്മുടെ ചെരുവെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് 1.5 സ്പൂൺ മുളക് പൊടി ഇടാം. അത് കഴിഞ്ഞ് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തരാം. നല്ല മണം അടിക്കുന്നുണ്ട്. ഈ കറുവപ്പട്ടയും ഗ്രാമ്പൂട്ടൻ്റെ മണമാണ് നമുക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ചെരുവെല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങളായി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ എടുത്തിടാം. ഈ ചിക്കനിലോട്ട് എല്ലാ മസാലയും പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി വിടാം. മസാല എല്ലാവർക്കും പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇപ്പം നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ ഒരു പരുവായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2-ാം പാൽ ഒഴിക്കുക. ഇതിലേക്ക് നന്നായി ഇളക്കുക. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ വിനാഗിരി ഒഴിക്കാം. ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യും. ഇതൊന്ന് വേവാൻ വേണ്ടി നമുക്കൊരു 1/2 മണിക്കൂർ അടച്ച് വേവിക്കാം. ഒരു ഷോർട്ട് ബ്രേക്ക്. ഒരു നമ്മുടെ മലബാറി ചിക്കൻ കറി ഒരു 3/4 ഭാഗം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 2 പീസ് തക്കാളി ഇടാം.
ഇട്ട് നന്നായി ഒന്ന് ഇളക്കാം. ഈ വിനാഗിരി ഒഴിക്കുന്നത് നമുക്ക് ഒരു പ്രത്യേക തരം ടേസ്റ്റിന് വേണ്ടിയാണ് ഈ വിനാഗിരി ഒഴിക്കുന്നത്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 7 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇത് നമ്മുടെ 50 ഗ്രാം അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ചിരിക്കുന്നതാണിത്. കുതിർത്ത് അരച്ചു വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മലബാർ ചിക്കൻ മസാല ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ 1-ാം പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മലബാർ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നല്ല മണമാണ്. നമുക്കിത് തീ ഓഫാക്കാം. നമുക്കിത് അപ്പത്തിന്റെ കൂടെയോ ചോറിന്റെ കൂടെയോ ഇടിയപ്പത്തിന്റെ കൂടെയോ ബ്രെഡിന്റെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. ഇതെല്ലാവരും വീടുകളിൽ പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ മലബാർ ചിക്കൻ കറി തയ്യാറാക്കുന്നത് നാടൻ വിഭവം തന്നെയാണ്. മലബാർ ചിക്കൻ എന്ന് വെച്ചാൽ എല്ലാവരും മലബാറിയാന്ന് കേട്ടില്ല. നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവം തന്നെയാണ്. പാത്രത്തിലേക്ക് മാറ്റാം. കോരുമ്പോൾ ആ ഗ്രാമ്പൂവിന്റെ ഏലക്കയുടെ മണം നന്നായി അടിക്കുന്നുണ്ട്. നമ്മുടെ മലബാർ ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാവരും വീടുകളിൽ പരീക്ഷിച്ച് നോക്കുക. അസ്സലാമു അലൈക്കും.